ഹമാസിന് അന്ത്യശാസനം നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ട്രംപിന്റെ സഹായത്തോടെ ഇറാന്റെ ഭീകര അച്ചുതണ്ട് തകർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആണവ ഇറാൻ സാധ്യമാകില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു. ഐസൻ, വിവരങ്ങൾ. തീർച്ചയായും അതിശക്തമായൊരു നിലപാട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായി ഉണ്ടായിരിക്കുന്നത്. മാർക്കോ റൂബിയോ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, അതായത് ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർക്കോ റൂബിയോ സൂചിപ്പിച്ചിരിക്കുന്നത് ശക്തമായ നിലപാടുകൾ ഇക്കാര്യങ്ങളിൽ, അതായത് ബന്ദികളുടെ മോചന കാര്യത്തിൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു നരകത്തിന്റെ കവാടം തകർക്കുമെന്ന നിലപാടെല്ലാം തന്നെ വളരെ ശക്തമായി അറിയിച്ചിരിക്കുന്നത്. ബന്ദികളുടെ മോചനം സാധ്യമാക്കണം എന്ന നിലപാട് നേരത്തെ തന്നെ വളരെ കൃത്യമായി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സാഹചര്യം ഉയർന്നു വന്നതും കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന അറിയിപ്പ് പുറത്തുവരികയും ചെയ്തത്. ബെഞ്ചമിൻ നെതന്യാഹു മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് ഇറാനുമായുള്ള ആയുധ ഇടപാട് സംബന്ധിച്ചുള്ള കർശനമായ നിലപാടും അറിയിക്കുകയും ചെയ്തത്. ഇറാന്റെ ആയുധ ഇടപാടുകൾ അല്ലെങ്കിൽ ഇറാനെ ഒരു ന്യൂക്ലിയർ ശക്തിയായി വളരാനുള്ള സാഹചര്യം കർശനമായി തടയുമെന്ന നിലപാടാണ് അമേരിക്ക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. അത് വീണ്ടും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ നിലപാടുകൾ കൃത്യമായി നടപ്പാക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയുടെയും സംയുക്ത പ്രസ്താവനയിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിലും കൃത്യമായൊരു നിലപാട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളെ 20 ലക്ഷത്തോളം ഗാസൻ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ തുടരുമെന്നും ആ കാര്യത്തിൽ കർശനമായ നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്ന ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നതെങ്കിലും അത് എത്ര കണ്ട് പൂർണ്ണമായി നടപ്പാക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ശരി ഐസൻ. ഹമാസിന് അന്ത്യശാസനം നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.